മുഴുവനും പ്രൈസ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൽ എൻ്റെ പേര് മഞ്ജു ദൈവത്തിൽ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ പാപത്തിൽ നിന്നുള്ള പരിഹാരത്തിനായിട്ട് വേണ്ടിയല്ല, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിന് വേണ്ടി തന്നെയല്ല, പക്ഷേ നമ്മുടെ മനുഷ്യൻ എന്നുള്ള നേച്ചറിൽ നിന്ന്, ഹ്യൂമൻ നേച്ചറിൽ നിന്ന് കൂടി നമ്മളെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ യേശുവിൻ്റെ ലൈക്നെസ്സിലാണ് നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. പക്ഷെ അകത്തു നിന്നെല്ലാം വീണു പോയി വെറും ജഡമായി പോയിരുന്നു മനുഷ്യൻ അല്ലെ. അപ്പോൾ ആ ജഡമായിരിക്കുന്ന അല്ലെ, ആ കാർണൽ നേച്ചറുള്ള മനുഷ്യരിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ട് യേശുവിൻ്റെ മക്കളാക്കി അവനെ പോലെയാക്കി തീർക്കുന്നതിന് വേണ്ടി ആണ് ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇന്നും നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുവാണെങ്കിൽ അല്ലെ, എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് അത് വളരെയധികം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതാണ് നടക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം ആകാതിരിക്കട്ടെ നമുക്ക് എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം ബാക്കി സംസാരിക്കും. കർത്താവെ, ഈ സമയത്താണ് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ വചനത്തിനായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേരെപ്പോൾ ഞങ്ങളെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് യേശു അങ്ങോട്ട് വന്നത്. അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് തന്നത്, ജീവൻ ഞങ്ങൾക്ക് തന്നത് കർത്താവ്. ഞങ്ങളുടെ പഴയ സ്വഭാവത്തിൽ, പഴയ ജീവിതത്തിൽ കർത്താവെ, ഫോളനായിട്ടുള്ള മനുഷ്യരെ പോലെ ആയിത്തീരാ, അങ്ങനെ ജീവിക്കാതെ കർത്താവ് അങ്ങേനെ പോലെ ആയിത്തീരാനുള്ള ജീവിതം, അങ്ങനെ ഒരു ജീവിതം കർത്താവെ, അങ്ങനെയുള്ള അറിവ് വെച്ചുകൊണ്ടൊരു ജീവിതം അങ്ങനെ അത് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കാണുന്ന അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒന്നാമത്തെ പത്രോസിലേക്ക് ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 19 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കുക. ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ. പക്ഷെ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് 18ാമത്തെ വാക്കിൽ നിന്നാണ്. പക്ഷെ 13 തൊട്ട് വായിച്ചു തുടങ്ങാം. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ള വാക്കുകളിലൊക്കെ പത്രോസ് നമ്മളോട് പറയുമായിരുന്നു, നമ്മൾക്ക് ദൈവം നമ്മൾക്ക് ചെയ്തു തന്ന കാര്യത്തെപ്പറ്റി അല്ലെ, നമുക്ക് എന്താ പറയാ, നമ്മളുടെ പിതാവായ ദൈവം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരും ബ്ലെസ്സഡ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നു. ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് വായിക്കുന്നത്. അപ്പോൾ അകത്തു നിന്ന് അങ്ങനെ സംസാരിക്കുന്ന മലയാളം ബൈബിൾ ഞാൻ വായിക്കാറില്ല. അപ്പോൾ ബ്ലെസ്സഡ് ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ ഈ മലയാളം ബൈബിളിലേക്ക് വരുമ്പോൾ വേറെ വാക്കുകളായിരിക്കാം എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് സാധാരണഗതിയിൽ ഞാൻ വായിക്കാറ്. എനിവേ, പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പിതാവായിട്ടുള്ള ദൈവം അനുഗ്രഹിക്കപ്പെട്ട അല്ലെ ബ്ലെസ്സഡ് ആയിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് മരണം കാരണം ഉയർത്തെഴുന്നേൽപ്പ് കാരണം നമുക്ക് ഒരു ഇൻഹെറിറ്റൻസ് അവകാശം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ എന്ന് വെക്കുമ്പോൾ ആ അവകാശം ഒന്നിനും തന്നെ നശിപ്പിച്ചു കളയാൻ സാധിക്കാത്ത ഒരു പാറ്റയ്ക്കോ ചിതലിനോ അരിച്ചു കളയാൻ സാധിക്കാത്ത, ഒന്നിനും തന്നെ നശിപ്പിക്കാൻ പറ്റാത്ത അവകാശം അല്ലെ, ഒരു ഇൻഹെറിറ്റൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. അത് സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പൊ അതിനുശേഷം പത്രോസ് പറയുവാണ്. അപ്പൊ പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഏഷ്യയിലും ഗലാത്യയിലും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലുള്ള പോണ്ടിയസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ജൂതന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്കും ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും കൂടെ ഒരുമിച്ച്. അപ്പൊ നമ്മൾ നേരത്തെ ജൂതനായാലും നേരത്തെ ജാതിയായാലും ഒരു കാര്യമില്ല. കാരണം ജൂതനിൽ നിന്നില്ല, ജാതിയിൽ നിന്നില്ല, യേശുവിൽ വിശ്വാസം അല്ലെ മാത്രമേ ഉള്ളൂ. യേശുവിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ സർക്കംസൈഷൻ കഴിഞ്ഞവരാണ് അല്ലാത്തവരാണെന്നൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ യേശുവിലായിരുന്നാൽ മാത്രം മതി, യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ പത്രോസ് വഴി ദൈവം പറഞ്ഞിരിക്കും എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് പിന്നെ അവസാനം ദൈവം തരാൻ പോകുന്ന യേശുവിന്റെ വരവിൽ നമുക്ക് തരാൻ പോകുന്ന സാൽവേഷനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോഫറ്റുമാർ, ഇതെല്ലാം എഴുതിയ പ്രോഫറ്റുമാർ അവര് വിചാരിക്കുന്ന ഇതിന്റെ സമയവും കാലത്തൊക്കെ പറ്റിയൊക്കെ അവരിങ്ങനെ വളരെ ആഗ്രഹിച്ചിരുന്നു അറിയാൻ വേണ്ടി. പക്ഷെ അവരോട് ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങളെ പറ്റിയുള്ളതല്ല, പക്ഷെ നമ്മൾക്ക് അല്ല വരാനിരിക്കുന്ന ജനറേഷനെ പറ്റിയുള്ളതാന്ന് പറയുന്നു. അതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടെ അല്ലെ, ഇപ്പോ ആ സാൽവേഷൻ ഒരു വഴിയോട് പറയട്ടെ, സാൽവേഷനെ പറ്റി ഗുഡ് ന്യൂസ് വഴി അല്ലെ, സുവിശേഷം വഴി നമ്മളോട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുക, ആകയാൽ അല്ലെ, ഇങ്ങനെ പറയുക, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ
നിങ്ങളെ വിളിച്ച വിശുദ്ധനും ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരാകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പത്രോസ് വഴി ദൈവം നമ്മളോട് പറയുക, നിങ്ങൾ പണ്ട് അജ്ഞാനമുണ്ടായിരുന്ന കാലത്ത്, അജ്ഞാനമുള്ളവരായിരുന്ന കാലത്ത് എന്ന് വെച്ചാൽ അറിവില്ലായിരുന്നവരായിരുന്ന കാലത്ത്, യേശുക്രിസ്തുവിനെ അറിയാതിരുന്ന കാലത്ത്, അല്ലെ, യേശുക്രിസ്തു ആരെന്നോ ദൈവം നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തെന്നോ യേശുക്രിസ്തു ദൈവമാണോ ഒന്നും അറിയത്തില്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഈ ലോകത്തിന്റെ പരമായി ജീവിച്ചിരുന്ന കാലത്ത് പിശാചിന്റെ താളത്തിനൊത്ത് പിശാചിന്റെ ട്യൂണിനൊത്ത് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, അല്ലെ, എഫേസ്യർ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കും, നമ്മൾ പിശാചിന്റെ രീതിയിൽ പിശാച് പറഞ്ഞനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു, അല്ലെ. അപ്പോൾ ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് ബുദ്ധി ഇല്ലായിരുന്ന സമയത്ത്, ജ്ഞാനമില്ലായിരുന്ന സമയത്ത് നമ്മൾ കുറെ മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെ, മോഹങ്ങളെ എന്താ പറയാ, മോഹപൂർണമായിട്ടുള്ള പൂരിതമായിട്ടുള്ള ജീവിതത്തിൽ, അല്ലെ, ഈവൾ വേയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകാതെ നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട്, അല്ലെ, അവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അവൻ ഹോളി ആയിരിക്കുന്നത് നമ്മളും ഹോളി ആയിരിക്കുക എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പഴയ രീതിയിൽ കൂടെ ജീവിക്കുന്ന വ്യക്തികളാകാതിരിക്കുക, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയുക 16-ാമത്തെ വാക്കൂട്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നമ്മളെ പ്രവാസകാലം ഭയത്തോടുകൂടി കഴിപ്പിന്. അപ്പൊ നമ്മളിത് പ്രവാസകാലത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആൾക്കാരല്ലേ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നവർക്ക് അവിടെ സ്ഥിരമായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ സാധിക്കത്തില്ല, അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകത്തിന്റെ സിറ്റിസൺസ് അല്ല. അപ്പൊ നമ്മൾ ഈ ലോകത്തിലെ പ്രവാസകാലം നമ്മൾ ജീവിക്കുന്ന പ്രവാസിവാസം നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തോളം നമ്മൾ ഭയത്തിൽ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോങ് ആയിട്ടുള്ള ഭയത്തെ പറ്റിയല്ല പറഞ്ഞത്, ദൈവത്തിലുള്ള ഭയത്തില്, ദൈവത്തിലുള്ള വിശ്വാസത്തിലും ഭയത്തിലും ജീവിക്കും. യേശുക്രിസ്തു ദൈവത്തിലുള്ള ഭയത്തില് ഡിലൈറ്റഡ് ആയിരുന്നു. ഐസായിക്കകത്തോടേക്ക് പോകുമ്പോൾ, ഏഷ്യാനകത്ത് പോകുമ്പോൾ 11-ാമത്തെ ചാപ്റ്റർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ, യേശു ദൈവഭയത്തില് ആനന്ദിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളും അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിതാവിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. അപ്പൊ ദൈവം ആരുടെയും മുഖപക്ഷം നോക്കുന്നവനല്ല, ആരോടും ഒരു പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ റെസ്പെക്റ്റോ അതിനുള്ള ഒരു വ്യക്തിയല്ല ദൈവം. എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പാസ്റ്ററാന്ന് പറഞ്ഞാൽ, എത്ര വലിയ അപ്പോസ്റ്റലാന്ന് പറഞ്ഞാൽ, എത്ര ഒന്നും വെറുതെ സൺഡേ ചർച്ചിൽ വരുന്നവരെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒറ്റ പ്രത്യേകത മാത്രമേ നമുക്ക് ഈ ലോകം നമ്മളുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, ലോകത്തുള്ളവർക്ക് യേശുക്രിസ്തു ഇല്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മനുഷ്യർ തമ്മിൽ ദൈവം വെച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊരു ഡിഫറൻസും ഇല്ല. അപ്പൊ മുഖപക്ഷം നോക്കാതെ, അല്ലെ, ദൈവം എന്താ പറയാ, ജഡ്ജ് ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ളവനാണ് ദൈവമെങ്കിൽ, അല്ലെ, അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ പിതാവെന്നാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന് ഉതകുന്ന രീതി, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം, ദൈവത്തോടുള്ള ദൈവഭയത്തിൽ കഴിവിൻ എന്ന് പറഞ്ഞിരിക്കും. ഇനി എന്റെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 18-ാമത്തെ വാക്കിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് തന്നിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ നമ്മളെ ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. അത് വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളിയും പൊന്നും കൊണ്ടല്ല, അഴിഞ്ഞു പോകുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യം കൊണ്ട്. പൊന്നും വെള്ളിയൊക്കെ നമുക്ക് വളരെ ഉപയോഗമാണ്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. പുതിയ ജെറുസലേമിന്റെ സ്ട്രീറ്റ് മൊത്തം സ്വർണ്ണമെന്ന് പറഞ്ഞിരിക്കുക. നമ്മളിവിടെ 1 പവൻ സ്വർണം വാങ്ങിക്കാൻ എത്രമാത്രം 1 ലക്ഷത്തിന് പൊക്കത്തിലാണ് മണി, അല്ലെ, 1 പവൻ സ്വർണത്തിന്റെ വില. അവിടെ ചുമ്മാ കല്ലും മണ്ണും പോലെ സ്വർണം കിടക്കുക. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമില്ല. കാരണം സ്വർഗവും ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം, സ്വർണവും വെള്ളിയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുക, ഈ സ്വർണവും വെള്ളിയും കൊണ്ടൊന്നും അല്ല നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഒരു എന്താ പറയുക, ഒന്നിനും തന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല യേശുക്രിസ്തുവിന്റെ രക്തത്തിനോട്, അല്ലെ. കളങ്കമില്ലാത്ത, ഊനമില്ലാത്ത ആട്ടിൻകുഞ്ഞിന്റെ രക്തം, അല്ലെ, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം, അല്ലെ, കുഞ്ഞാടിന്റെ രക്തം, അല്ലെ, യേശുവിന്റെ മരണം വഴിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിതനായത് ഈ ലോകത്തിൽ അത്
ക്രൂശനായ സമയത്ത് മാത്രമല്ല, പക്ഷെ അതിനു മുമ്പേ, ലോകാരംഭത്തിന് മുമ്പേ ക്രൂശിച്ചത് എന്തിനാ? നമ്മളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെ? നമ്മള് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന യേശു വഴിയാണ്, യേശുവിന് വേണ്ടിയാണ്, അല്ലെ? യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ, ഒരു എന്താ പറയാ, ഗോതമ്പ് മണി അത് നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ പിന്നെ ഗോതമ്പുകൾ ഉണ്ടാകത്തില്ല, അല്ലെ? എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തു വീണ് മരിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഫോം ചെയ്തിരിക്കുന്നത്, പുതിയ ജീവൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, എന്താ പറയുക, വെള്ളിയും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നും കൊണ്ടൊന്നും അല്ല നമ്മൾ വീണ്ടെടുത്തിരിക്കപ്പെട്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളതാണ് കാര്യം. അപ്പൊ വൃത്തവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മളുടെ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെയല്ല നമ്മൾ വീണ്ടെടുത്തിരുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിൽ നിന്ന് തന്നെയല്ല, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വ്യർത്ഥമായ ജീവിതമുള്ളവരായിരുന്നു, അല്ലെ? യൂസ്ലെസ് ആയിട്ട്, ഫ്യൂട്ടൈൽ ആയിട്ട്, ഗുഡ് ഫോർ നത്തിങ് ആയിട്ട്, വേർത്ത്ലെസ് ആയിട്ടുള്ള ജീവിതമായിരുന്നു നമ്മുടെ ജീവിതം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്? പിതൃപാരമ്പര്യത്തിൽ നിന്നുള്ള, പിതൃപാരമ്പര്യമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരു ഉപയോഗവും ഇല്ലാത്ത ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ, മനുഷ്യര് എങ്ങനെയായിരുന്നു ആ രീതിയിലുള്ള നടപ്പിൽ നിന്ന്, അല്ലെ, നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. ആഴത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ, അപ്പൊ പിതൃപാരമ്പര്യം എന്ന് പറയുമ്പോൾ ആഴത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണമല്ലോ. അവിടെ നിന്ന് കിട്ടിയ ഉപയോഗശൂന്യമായ ആ ജീവിതത്തിൽ നിന്ന്, അതിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത്, അല്ലെ? ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനെ വിട്ടത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, ലോകത്തിലേക്ക് സൃഷ്ടിച്ചത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്, അല്ലെ? ഫോർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ, ഫോർ ജീസസ് ക്രൈസ്റ്റ്, ത്രൂ ഹിം, ബൈ ഹിം എന്ന് പറഞ്ഞ, ദൈവത്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഉദ്ദേശിച്ചിരുന്നത് ഒരു റിലീജിയനെ പറ്റിയല്ല, ഒരു മതത്തെ പറ്റിയല്ല ദൈവം വിചാരിച്ചിരുന്നത്. ദൈവം ഉദ്ദേശിച്ചിരുന്നത് ഒരു റിലേഷൻഷിപ്പാണ്, ബന്ധമാണ് ഉദ്ദേശിച്ചിരുന്നത്, അല്ലെ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പക്ഷേ അത് നമ്മുടെ പാപത്തിലായി പോയി കഴിഞ്ഞപ്പോഴേക്കും, പിശാച് നമ്മളെ കൊണ്ട്, അല്ലെ, മുട്ടുകുത്തിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അവൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ഒരു ഐഡിയയാണ് മതം എന്നുള്ളത്. അല്ല, മനുഷ്യനിർമ്മിതമാണ്, പിശാചിന്റെ ഹെൽപ്പോടുകൂടി നിർമ്മിതമാണ് ഏതാ പറഞ്ഞ മതം എന്നുള്ളത്. അതിന് പിശാചിന്റെ ഹെൽപ്പോടുകൂടി, പിശാചിന്റെ ഒരു ആയുധമാണ് മതമെന്ന് പറയാനുള്ള കാര്യം നമുക്കറിയാം. അല്ല, ഇസ്ലാം എന്ന മതം അത് എത്രമാത്രം ഡേഞ്ചറസ് ആണ് ഈ ലോകത്തിനുള്ള കാര്യം. പിശാച് വഴി വന്നതാണ് അത്, അല്ലെ? അങ്ങനെ സകല മതങ്ങളും പിശാചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് മനുഷ്യന്. അപ്പോ എന്തിനാണ് അങ്ങനെ നമ്മള് പിശാചിന് അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എപ്പോഴും ആ വീണ ഹ്യൂമൻ നേച്ചറിൽ, മനുഷ്യമായിട്ടുള്ള ആ നേച്ചർ നമ്മൾ നിർത്തുക എന്നുള്ളത് അത് പിശാചിന്റെ തന്ത്രമാണ്, അവന്റെ ഇഷ്ടമാണ്, അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വീണ നേച്ചറിലായിരിക്കും, പോളൻ നേച്ചർ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം നടക്കത്തില്ല. നമ്മളോട് ദൈവം പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ഡ്യൂത്, മൾട്ടിപ്ലൈ ആൻഡ് സബ്ഡ്യൂത് എത്തുന്ന ഡൊമിനിയൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? നമ്മള് ഭരിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മൾ ഭരിക്കപ്പെടാനുള്ള വ്യക്തികളായിരുന്നില്ല, ഭരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. ദൈവത്തെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. പക്ഷെ അതിന് നമ്മളെ വെറും മനുഷ്യനാക്കി നമ്മൾ നിർത്തുക എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വെറും മനുഷ്യരായി പോയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഉൽപ്പത്തിന്റെ 6 വരുമ്പോ 3ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്റെ സ്പിരിറ്റ് ഇനി, എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യൻ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ല. അപ്പൊ നമ്മൾ വെറും ജഡമായി പോയിരുന്നു, വെറുതെ ഹ്യൂമൻ ബീങ്സ് ആയി പോയിരുന്നു നമ്മൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഫോളൻ ആയിട്ട്, നമ്മൾ വീണു പോയിരിക്കുന്ന ആ ഒരു നേച്ചറിൽ നമ്മൾ ആയിപ്പോയിരുന്നു. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച സമയത്ത് നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മൾ സ്പിരിറ്റ് ബീങ്സ് ആയിരുന്നു, നമ്മൾ സ്പിരിറ്റ് ആയിരുന്നു, അല്ലെ? അപ്പൊ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ അബദ്ധത്തിൽ നിന്ന് പിടിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് നമ്മൾ എങ്ങനെയായിരിക്കണോ ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നതിന് വേണ്ടി. അതാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മളെ പാപം കഴുകി കളഞ്ഞു, അത് വാസ്തവം. അതുമാത്രമല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മളാകുന്ന ആ മനുഷ്യൻ എന്നുള്ള മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിടുവിച്ചുകൊണ്ട്, അല്ലെ, നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പത്രോസ് 2ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ എന്താ പറയുക,
ആ എന്താ മാനുഷികമായിട്ടുള്ള സ്വഭാവമൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെ, ഇങ്ങനെയല്ലേ പറഞ്ഞു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ, ഒന്നാമത്തെ വാക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പത്രോസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഒന്നും രണ്ടും വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മളുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവമാണല്ലോ. അതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ. രക്ഷയ്ക്കായി വളരുന്നതിന് വേണ്ടി, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി അല്ലെ, വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടേതായിട്ടുള്ള ചതിയും വഞ്ചനയും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം കളഞ്ഞിരുന്നത്, അതെല്ലാം മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പാട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ പിശാച് നമ്മൾ എന്നും അങ്ങനെ തന്നെ നിൽക്കണം അല്ലെ. നമ്മള് മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം അല്ലെ. അതാണ് അല്ലെ. മനുഷ്യര് നമ്മള് എന്തെങ്കിലും കുറ്റത്തിലേക്കായി പോയി കഴിയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും പാവം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓ ഞാൻ മനുഷ്യനല്ലേ, ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ. സകല മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് മനസ്സിലാവുമല്ലോ. ദൈവത്തിന് എന്നാ മനസ്സിലാവുന്നോ വിചാരിക്കുന്നത്? ദൈവം വിചാരിക്കുന്നത് ഇങ്ങനെ, ഞാൻ എൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് വിട്ട് ക്രോസ് ഓഫ് കാൽവറിയിൽ ബലിയെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ ഇപ്പോഴും ഈ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മനുഷ്യരല്ലേ. നമ്മളെ മനുഷ്യരാക്കുന്നതിന് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചു. ക്രോസ് ഓഫ് കാൽവറിയിൽ ഒരു എക്സ്ചേഞ്ച് നടന്നത്. നമ്മുടെ ഹ്യൂമൻ ആയിട്ടുള്ള, നമ്മുടെ മാനുഷികമായിട്ടുള്ള സകല കാര്യങ്ങളും യേശു തന്നിലേക്ക് എടുത്തിട്ട് യേശുവിന്റെ ജീവിതം നമുക്ക് തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി വെറും മനുഷ്യരല്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പിന്നെയും വരുന്ന പാപങ്ങൾ അല്ലെ, നമ്മുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങൾ, അതൊന്നും നമ്മളുടെ ഉള്ളിൽ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തിന്റെ പാട്ടിൽ നമുക്കൊരു പുതിയ ജീവിതത്തിലേക്കാണ് യേശുക്രിസ്തു നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മാനുഷികമായിട്ടുള്ള എല്ലാം അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചിരിക്കണം. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക വേറൊരു കാര്യം, പിശാചിന് നമ്മൾ എന്നും ഒരു മനുഷ്യനായിട്ട് തന്നെ നിർത്തണം, മനുഷ്യനായിട്ട് തന്നെ നിർത്തണം. അപ്പൊ മനുഷ്യരായിട്ട് നിർത്തുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പവറും ഇല്ല, ഒന്നുമില്ല. യേശു നമ്മളെ പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തെ നമ്മൾ ആരായി തീരണമെന്നാണോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടത്തില്ല ഒരു കാരണവശാലും. ആ ഒരു എന്താ പറഞ്ഞ, യേശുവിനെ പോലെ ആയി തീരുമെന്ന് പറഞ്ഞാൽ അവന്റെ പവറിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. അവനെ പോലെ ഓവർകമേഴ്സ് ആയി അതിജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. വിക്ടോറിയസ് ആയിട്ട് സക്സസ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരത്തില്ല. നമ്മൾക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിയേ ഉള്ളൂ. നമുക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള ബുദ്ധി ഉള്ളെന്നല്ല, നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള വിജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ തകർന്നെണ്ണുക ചെയ്തിരിക്കുന്നത് അല്ലെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ല, മനുഷ്യന്റെ വിജ്ഞാനം ഒന്നുമല്ല, അത് പൊട്ടയാണ് എന്നാണ് ദൈവം എണ്ണുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെ നമ്മൾ നിൽക്കും, ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കും. പക്ഷെ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല, അങ്ങനെ പൊട്ടയായിരിക്കുന്നതല്ല വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയാണ്. വീണ്ടും ജനിച്ച വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, പറയുന്നത്. അപ്പം വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ വിചാരിക്കാതിരിക്കുക, ദൈവമേ ഞാൻ മനുഷ്യനല്ലേ, എനിക്കിങ്ങനെ മനുഷ്യമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ ഒരിക്കൽ പോലും വിചാരിക്കരുത്. നമ്മൾ മനുഷ്യരല്ല, നമ്മൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. നമുക്ക് ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമ്മളൊരു ശരീരത്തിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ അതെന്നും മനസ്സിലാക്കുക. ദൈവം യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചിരിക്കുക നമ്മുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്നും കൂടിയാണെന്ന് മനസ്സിലാക്കുക അല്ലെ. നമ്മൾക്ക് നമ്മുടെ പാവത്തിന് തന്നെ പരിഹാരമില്ല, നമ്മുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവത്തിന്റെ കൂടെ പരിഹാരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഇനി കാണണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, എന്താ പറയുന്നത്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഇനി മാനുഷികമായിട്ട് സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വഭാവം തന്നെയല്ല, നമ്മൾക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൾച്ചർ, നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചർ, അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡന്റിറ്റി അല്ലെ. ആ ഐഡന്റിറ്റിയിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. ആ ഒരു ഐഡന്റിറ്റി അല്ല നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് ദൈവം പറയുന്നത്. അതിൽ നിന്നെല്ലാം വിടുവിച്ചുകൊണ്ട് അല്ലെ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ആണ് ദൈവം പറയുന്നത്, നമ്മളെ വിടുവിച്ചിരിക്കുന്നു. മനുഷ്യർ എന്നുള്ള സ്വഭാവത്തിൽ നിന്നും ഐഡന്റിറ്റിയിൽ നിന്നും
ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതിലേക്ക് നമ്മൾ വിടുവിച്ചിരിക്കുന്നു. യേശു വരുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും. അപ്പൊ അവിടെ യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് മനുഷ്യന്റെ സ്വഭാവം പറ്റത്തില്ലല്ലോ, അല്ലെ? സ്വർഗത്തിന്റെ രാജ്യത്ത് മനുഷ്യന്റെ സ്വഭാവം പറ്റത്തില്ലല്ലോ, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവം പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്തിന് ആകുന്നതിന് മുമ്പ് വീഴ്ച ഉണ്ടാകുന്ന പോലെ പലരും വിശ്വാസം വിട്ടു പോകും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് തുടരുന്ന വ്യക്തികൾ, അല്ലെ? വിശ്വാസത്തിലുള്ള വ്യക്തികൾ മനുഷ്യരായിട്ട് പിന്നെ അവർ മനസ്സിലാക്കാതെ നമ്മൾ മനുഷ്യപരമായ സ്വഭാവത്തിൽ ജീവിക്കണമെന്നും പഴയ ട്രഡീഷൻ വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഫോർ ഫാദേഴ്സ് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെ? അതുവഴി നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി അതെല്ലാം നശിച്ചു പോയി. അതൊന്നും അങ്ങനെ അതിൽ നമ്മൾ ജീവിക്കരുതെന്നും മനസ്സിലാക്കാത്തിടത്തോളം ഇരിക്കുന്ന വ്യക്തികൾ, പിന്നെയും മനുഷ്യപരമായ രീതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവരാണ് വീണു പോകുന്നത്. അപ്പൊ അങ്ങനെ വീണു പോകുന്നവരായിരിക്കരുത് നമ്മൾ. എന്താ പറയുക, ദൈവത്തെ പോലെ യേശുവിനെ പോലെ ആ ശക്തിയോടുകൂടി ആ പവറോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ എന്ന് യേശു നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പോകുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ മനുഷ്യരായിട്ടല്ല കർത്താവെ, അങ്ങയുടെ മകനെ പോലെ ആക്കി തീർത്തതിന് നന്ദി പറയുന്നു. ഈ ലോകത്തിലേക്ക് വന്നതിന് നന്ദി പറയുന്നു കർത്താവ്. അറിവോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ, മനുഷ്യരായിട്ടല്ല കർത്താവെ, അങ്ങയെ പോലെ ഈശ്വരൻ നാമത്തിൽ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.